റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. പീരുമേട്ടിൽ വാഴൂർ സോമന്റെ മക്കളെ പരിഗണിക്കാൻ CPI മക്കളായ സോബിനും സോബിത്തിനുമായി ജില്ലാ നേതൃത്വം സംസാരിച്ചു. കഴിഞ്ഞ 4 തവണയും തുടർച്ചയായി CP വിജയിച്ച മണ്ഡലമാണ് പീരുമേട്. ഇടുക്കി DCC പ്രസിഡന്റായ CP മാത്യുവിനെയോ റോയ് കെ പൗലോസിനെയോ രംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. രാഹുൽ സുരേഷ് ഉണ്ട് നമുക്കൊപ്പം. റിപ്പോർട്ടർ വാർത്താ പ്രതിനിധികൾ ചേരുന്നു. തത്സമയം വിവിധയിടങ്ങളിൽ നിന്നായി ആഴത്തിലുള്ള വിശകലനങ്ങളുമായി അവർ ചേരും. ആദ്യം നമ്മൾ ഇന്നെടുക്കുന്നത് പീരുമേടാണ്. പീരുമേട്ടിലെ മത്സര സാധ്യത ഇപ്പോൾ CPIയുടെ നീക്കം. വാഴൂർ സോമന്റെ മക്കളിൽ ആരെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാനാണ്. DCC പ്രസിഡന്റിനെ തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് കളത്തിലിറക്കിയേക്കും. രാഹുൽ ഉണ്ട്. രാഹുൽ, പീരുമേട് എല്ലാവർക്കും താല്പര്യമുള്ള മണ്ഡലമാണ്. ആ പീരുമേട് മണ്ഡലത്തിൽ പക്ഷേ കഴിഞ്ഞ 4 തവണ CPI വിട്ടൊരു കളിയില്ല മണ്ഡലത്തിലെ വോട്ടർമാർക്ക്. വാഴൂർ സോമന്റെ മരണശേഷം അത് നിലനിൽക്കുന്ന ഒരു സഹാനുഭൂതിയുടെ തരംഗമുണ്ട്. ആ സഹതാപ തരംഗം കൂടി ഒരുപക്ഷെ മുതലാക്കാനാണോ CPIയുടെ നീക്കം? എങ്ങനെ പ്രതിരോധിക്കും കോൺഗ്രസ്? തീർച്ചയായിട്ടും അരുൺ, ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിൽ CPI മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് പീരുമേട് എന്ന് പറയുന്നത്. പീരുമേട്ടിൽ CPIക്ക് ആഴത്തിലുള്ള വേരോട്ടമുണ്ട്, പ്രത്യേകിച്ച് തോട്ടം മേഖല കൂടിയാണ്. അതുകൊണ്ട് CPIക്ക് വലിയ രീതിയിൽ വേരോട്ടമുള്ളൊരു മണ്ഡലം കൂടിയാണ്. ES ബിജിമോൾ 3 തവണ വിജയിച്ചു. അതിനുശേഷം കഴിഞ്ഞ തവണ വാഴൂർ സോമനാണ് വിജയിച്ചത്. വാഴൂർ സോമന്റെ അന്ത്യത്തെ തുടർന്ന് ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സഹതാപ തരംഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് CPI വാഴൂർ സോമന്റെ മക്കളെ പരിഗണിക്കുന്നത്. 2 മക്കളിൽ സോബിൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുകൂടാതെ അഭിഭാഷകൻ കൂടിയാണ്. രണ്ടാമത്തെ മകൻ സോബിത്ത് മാധ്യമ പ്രവർത്തകനാണ്. 2 പേരുമായി CPI ജില്ലാ നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും മത്സരിക്കണോ വേണ്ടയോ എന്നതിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് കുടുംബവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2 മക്കളും മത്സരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ മത്സരിക്കാൻ സാധ്യതയുള്ളത് ES ബിജിമോളാണ്. ES ബിജിമോളുമായി ചില തർക്കങ്ങളൊക്കെ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനാവുകയാണെങ്കിൽ ബിജിമോൾ മത്സരിക്കും. അല്ലെങ്കിൽ പരിഗണിക്കാൻ സാധ്യത ജോസ് ഫിലിപ്പിനെയാണ്. ജോസ് ഫിലിപ്പിനും ഒരു മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതേസമയം കോൺഗ്രസിലെ സാഹചര്യമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ആകെയുള്ളത് പീരുമേട് മണ്ഡലമാണെങ്കിലും മത്സരിക്കാൻ 4ഉം 5ഉം പേരാണ് ഇപ്പോൾ തയ്യാറായി ഇരിക്കുന്നത്. കോൺഗ്രസിൽ ഈ സീറ്റിന് വേണ്ടി വടംവലി നടക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ CP മാത്യു തന്നെയാണ്. DCC പ്രസിഡന്റാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല എങ്കിൽ കൂടി കന്നി അംഗത്തിന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. മറ്റൊരാൾ സിറിയക് തോമസ് ആണ്. സിറിയക് തോമസ് കഴിഞ്ഞ 2 തവണ മത്സരിച്ച് തോറ്റ ഒരാൾ കൂടിയാണ്. നിസ്സാര വോട്ടിന് മാത്രമാണ് 2 തവണയും അദ്ദേഹം തോറ്റത്. അപ്പോൾ 3ാം തവണ മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ജയിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ 4ഉം 5ഉം സ്ഥാനാർത്ഥികളാണ് പരിഗണിക്കാൻ കോൺഗ്രസിൽ സാധ്യത. എന്താണെങ്കിലും CPIയുമായി ബന്ധപ്പെട്ട് വാഴൂർ സോമന്റെ മക്കൾ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഓക്കെ, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. പീരുമേട് CPI തടുത്ത മണ്ഡലമാണ്, പക്ഷേ ചൂട് പിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.